أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل وسلم وبارك على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله وعلى آله وصحبه وسلم. നിങ്ങൾ കഴിഞ്ഞ വർഷം അന്നഹ്വുൽ വാളിഹ് എന്ന കിതാബാണ് 2ാം ക്ലാസ്സിൽ പഠിച്ചത്. 3ാം ക്ലാസ്സിലും അതിൻ്റെ 3ാം ഭാഗമാണ് പഠിക്കേണ്ടിയിരുന്നത്. ഇന്നത് നിങ്ങൾക്ക് മാറ്റി സിലബസ് മാറി ഖത്തറുൻ നദ എന്ന് പറയുന്ന ദർസുകളിൽ പഠിക്കുന്ന കിതാബാണ് നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഖത്തറുൻ നദ എന്ന് പറയുന്ന ഗ്രന്ഥം ഇബ്നു ഹിഷാമിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എഴുതിയ ബൃഹത്തായ ഒരു കിതാബാണ്. അദ്ദേഹത്തിൽ തന്നെ മത്നും ഷറഹും അദ്ദേഹം തന്നെയാണ് എഴുതിയത്. ആ കിതാബിന് അദ്ദേഹം പേര് വെച്ചു ഷറഹ് ഖത്തറുൻ നദ വബല്ലു സദാ. ഖത്തറുൻ നദ ചാറ്റൽ മഴയുടെ തുള്ളി, വബല്ലുൻ നദ ദാഹിക്കുന്നവനെ ശമിപ്പിക്കുന്ന ചാറ്റൽ മഴയുടെ തുള്ളി. ഇവിടെ ബൃഹത്തായ അറിവായ ഇൽമു നഹ്വ് അതൊരു പാരാവാരം പോലെ വിസ്തൃതമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ നഹ്വിൻ്റെ പാഠങ്ങൾ ഒരു ചാറ്റൽ മഴയുടെ തുള്ളിയുടെ അത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം വിനീതനായിട്ട് ആ വിജ്ഞാന ശാഖയിൽ അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ അറബി ലോകത്തിലെ ഏറ്റവും കൂടുതൽ നഹ്വിന് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥവും ഈ ഖത്തറുൻ നദയാണ്. അപ്പോൾ ആ മഹാന്മാരുടെ എളിമ, ലാളിത്യം, വിനയം ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു ഹിഷാം അൽ അൻസാരി എന്നാണ്. ഈജിപ്തുകാരനാണ്, മഹാപണ്ഡിതനാണ്. ചെറുപ്പത്തിൽ അദ്ദേഹം നഹ്വി വിഷയങ്ങളോടായിരുന്നു താല്പര്യം. അദ്ദേഹം എഴുതിയ കിതാബാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഖത്തറുൻ നദ അല്ലെങ്കിൽ ഷറഹ് ഖത്തറുൻ നദ. അതായത് നാം മുമ്പ് പഠിച്ച ആ ഇസ്മും വേലും ഒക്കെ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിലും ഒരു റെഫറൻസ് മോഡലിൽ അതിനെ വിശദീകരിച്ച് ദൈവം ഇതിൽ പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ കിതാബ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങുന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇങ്ങനത്തെ അള്ളാഹു മുവജ്ജിഹി മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ തിരിച്ചു കൊണ്ടുവരും. നഹ്വൽ ഹുദ, സന്മാർഗത്തിൻ്റെ മാർഗത്തിൽ. അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അവൻ സന്മാർഗം കൊടുക്കൂ. അങ്ങനെയുള്ള പടച്ച തമ്പുരാനാണ് സർവസ്തുതി. വസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള സലാത്തും അവനിൽ നിന്നുള്ള സലാമും അലാ സയ്യിദിന മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിക്കുണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ഹംദും സലാത്തും ചൊല്ലൽ സുന്നത്താണ്. ഞാൻ ഹംദും സലാത്തും ചൊല്ലി അദ്ദേഹം തുടങ്ങുകയാണ്. ഈ സയ്യിദിന മുഹമ്മദ് അദ്ദേഹം ആരാണ്? അർഫ മൻ നുസിബ, സ്ഥാപിച്ച ആൾ, ഏറ്റവും ഉയരത്തിൽ സ്ഥാപിച്ച ആള്. അർഫ മൻ നുസിബ, തൻ്റെ കുടിയെ, തൻ്റെ പ്രശംസയെ അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥാപിച്ചവർ. എന്തിനു വേണ്ടി? ലിഹഫ്ദിൽ ഇദ, ശത്രുക്കളെ അടിച്ചമർത്താൻ വേണ്ടി, തൻ്റെ കലിമത്തുൽ ഹഖ് ഉന്നതമായിരിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ്. അങ്ങനെയുള്ള റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ആശിച്ചുകൊണ്ട് ഈ ഒബഅദു എന്നിട്ട് ഈ ബിസ്മിയും ഹംദും സലാത്തും സലാമും വിണ്ടതിൽ പിന്നെ പറഞ്ഞതിന് ശേഷം ഒബഅദു ശേഷം ഫഹാദ, ഈ കിതാബ് മാ, ഒരു കിതാബാണ്. ഇഹ്താജ ഇലൈഹി, ഇതിലേക്ക് ആവശ്യക്കാരായി തീർന്നിരിക്കുന്നു. അൽ മുതഅല്ലിമൂന, വിദ്യാർത്ഥികൾ. എങ്ങനെയുള്ള വിദ്യാർത്ഥികൾ? റബുൽ ഇബ്തിദാഇ, തുടക്കക്കാരായ മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ. പിന്നെ എങ്ങനത്തെ ഒരു അൽ മുതഅത്തിഷൂന, ദാഹിക്കുന്നവർ. ഇല തറവി, ദാഹം ശമിക്കാൻ വേണ്ടി ദാഹിക്കുന്നവരായ തുടക്കക്കാരായ വിദ്യാർത്ഥികൾ ഇതിലേക്ക് ആവശ്യമായി വരുന്നു. എന്തുകൊണ്ട് ദാഹം തീർക്കാൻ? ഈ ഖത്തറുൻ നദ, ചാറ്റൽ മഴയുടെ തുള്ളി കൊണ്ട്. നദ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയ്ക്കും നദ എന്ന് പറയാറുണ്ട്. വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ കാണുന്ന ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളുണ്ട്.
അതിനും നദ എന്ന് പറയാറുണ്ട്. രണ്ടിലേതായാലും വളരെ ചെറിയ ഒരളവിൽ നിങ്ങളുടെ വിജ്ഞാനദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഉതകും. അതെങ്ങനെ ആ വിജ്ഞാനം ദാഹത്തെ ശമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇത് ഈ പുസ്തകം ആവശ്യമായി വരിക, ഈ കിതാബ് ആവശ്യമായി വരിക. ഇത് ആർക്കുള്ളതാണ്? ലി ഷെയ്ഖിൽ ആലിം അൽ അല്ലാമ അബി അബ്ദുള്ള ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ ഹിഷാം അൽ അൻസാരി. അൻസാരിയായ മദീനക്കാരനായ അൻസാർ ഗോത്രക്കാരനായ അല്ലെങ്കിൽ അൻസാർ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒരു കബീലയിലുള്ള, അപ്പം അൻസാരി എന്ന് പറഞ്ഞത് കൊണ്ട് മദീനക്കാരനായിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു ഉപ്പാപ്പ, അൻസാർ എന്ന ഒരു ഉപ്പാപ്പ പ്രശസ്തനായാൽ അങ്ങനെയുള്ള ഉപ്പാപ്പ നമ്മുടെ നിലയ്ക്കും കൊണ്ട് പിടിപ്പിക്കും, എന്ത് ചെയ്യും? ഈ കബീലയെ പിടിപ്പിക്കും. പക്ഷെ ഇദ്ദേഹം അൻസാരി മദീനക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം കൂടുതൽ വായിക്കേണ്ടിയിരിക്കുന്നു. അൻസാരിയായ ഹിഷാമിൻ്റെ മകൻ, യൂസുഫിൻ്റെ മകൻ, മുഹമ്മദിൻ്റെ മകൻ, ജമാലുദ്ദീൻ എന്ന ഓമനപ്പേരുള്ള അബി അബ്ദുള്ള ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഈ ഗ്രന്ഥം എഴുതിയാണ് ലി ഷെയ്ഖി. ഈ ഗ്രന്ഥം ആർക്കുള്ളതാണ്? ബി ഖത്തറിനദ എന്നുള്ള ഗ്രന്ഥം ലി ഷെയ്ഖിൽ ആലിമി, ആലിമായ ഒരു വലിയ ഷെയ്ഖിന്, അൽ അല്ലാമ മഹാപണ്ഡിതൻ. അദ്ദേഹം ആരാണ്? അബി അബ്ദുല്ല ജമാലുദ്ദീൻ ബിൻ മുഹമ്മദ് ബിൻ യൂസുഫിന് ഹിഷാം അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിൻ്റെ കാരുണ്യം അദ്ദേഹത്തിന് ഉണ്ടാകുമാറാകട്ടെ. നഫ അള്ളാഹു പ്രയോജനം സിദ്ധിപ്പിക്കട്ടെ, പ്രയോജനം തരട്ടെ, ബിഹി ഈ കിതാബിലൂടെ, അൽ ജാമിഇ ഇതിനെ സമാഹരിച്ച ആൾക്കും, വൽ ഖാരിഇ ഇതിനെ പഠിക്കാൻ വേണ്ടി ഇത് വായിക്കുന്ന ആൾക്കും, വസ്സാമിഇ ഇതിലെ നിയമങ്ങൾ ശ്രവിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അള്ളാഹു പ്രയോജനം ചെയ്യട്ടെ. നഫ അള്ളാഹു ബിഹി ഈ കിതാബിലൂടെ അള്ളാഹു പ്രയോജനം ലഭിച്ചവരാക്കി തീർക്കട്ടെ. ആരെ? അൽ ജാമിഅ ഒരുമിച്ച് കൂട്ടിയവനെ, വൽ ഖാരിഅ ഇത് വായിക്കുന്നവനെയും, വസ്സാമിഅ ഇത് ശ്രവിക്കുന്നവനെയും. ഫി ദുന്യാവിലും വഗദൻ നാളെ ആഖിറത്തിലും ആമീൻ എന്ന് പറഞ്ഞിട്ട് ഇനി പാഠത്തിലേക്ക് കടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും കുറച്ചുകൂടെ വിശകലനം കൂടുതൽ നൽകിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. അൽ കലിമത്തു, കലിമത്ത് എന്നാൽ ഫിൽ ലുഗത്തി ഭാഷയിൽ തുത്ലഖു കലിമത്ത് എന്ന പദം ഉപയോഗിക്കപ്പെടും, അത് പ്രയോഗിക്കപ്പെടും. അലൽ ജുമലിൽ മുഫീദത്തി പൂർണ്ണവാക്യങ്ങളിന്മേൽ, അത് പരിപൂർണമായ അർത്ഥം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കലിമത്ത് എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടുക. കലിമത്ത് എന്ന് പറയാൻ പദം എന്നാണ് അർത്ഥം. ഷാൽഫിയിൽ പറയുന്നുണ്ട് കിൽമത്തും ബിഹ കലാമുൻ ഖദീം. ചില അവസരങ്ങളിൽ ഈ കലിമത്ത് എന്ന ഒറ്റ പദം കൊണ്ട് ഒരു പദസമൂഹത്തെ എന്ത് ചെയ്യാറുണ്ട്? ഉദ്ദേശിക്കപ്പെടാറുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നതും. അൽ കലിമത്തു കലിമത്ത് എന്നാൽ ഫിൽ ലുഗത്തി ഭാഷയിൽ, തുത്ലഖു അത് പ്രയോഗിക്കപ്പെടാറുണ്ട്, അത് പെരുമാറപ്പെടാറുണ്ട്, അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. അലൽ ജുമലിൽ മുഫീദത്തി പൂർണ്ണവാക്യങ്ങളിന്മേൽ. അതേതുപോലെ ഖൗലിഹി തആല അള്ളാഹു പറയും പോലെ കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഈ മരിക്കുന്ന സമയത്ത് പറയും റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ എനിക്കൊരല്പം സമയം കൂടെ ഒന്ന് നീട്ടിത്തന്നാൽ ഫസ്വദ്ദഖ ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം, വഅകും മിനസ് സ്വാലിഹീൻ ഞാൻ സന്മാർഗികളിലായിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയെ പുച്ഛിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് കല്ല ഇല്ല ഇന്നഹ ഇത് ഈ പറഞ്ഞ പറച്ചിൽ കലിമത്തുൻ അതൊരു പറച്ചിലാണ്, ഹുവ ഖായിലുഹ അവൻ പറഞ്ഞ ഒരു പറച്ചിലാണ്. ഇവിടെ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പദമാണ് എന്നാണ്. പക്ഷേ ഇവിടെ പദം എന്നുള്ള അർത്ഥത്തിലല്ല കലിമത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പദസമൂഹം, അവൻ്റെ ആ പറച്ചിൽ എന്ന് പറയുന്ന ആ പദസമൂഹത്തിന് പകരമായിട്ടാണ് ഈ കലിമത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അൽ കലിമത്തു ഫിൽ ലുഗത്തി തുത്ലഖു അലൽ ജുമലിൽ മുഫീദത്തി പൂർണ്ണമായ ഒരു വാക്യത്തിന്മേലായിരിക്കും ഇത് ഉപയോഗിക്കപ്പെടുക. ഫിൽ ഇസ്തിലാഹി ഇനി നഹ്വിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ഈ കലിമത്ത് എന്നാലോ അത് ഖൗലുൻ മുഫ്രദുൻ ഒറ്റ പദമാണ്, ഒരേ ഒരു പദമാണ്. കലിമത്ത് എന്ന് പറഞ്ഞാൽ പദം, ഒരു പദം. ഫൽ മുറാദ് ബിൽ ഖൗലി ഇവിടെ ഖൗലുൻ മുഫ്രദുൻ എന്ന് പറഞ്ഞെടുത്ത് ഫൽ മുറാദ് ബിൽ ഖൗലി ഖൗല് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്
ഹുവൽ ലഫ്ളു ദാല്ലു അറിയിക്കുന്ന പദമാണ്, അല മഅന ഒരു പൂർണ്ണാർത്ഥത്തെ അറിയിക്കുന്ന പദമാണ് ഇവിടെ ഖൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേതുപോലെ റജുലുൻ ഫറസിൻ, റജുൽ എന്ന് പറയും പോലെ, ഫറസ് എന്ന് പറയും പോലെ, റജുല് പുരുഷൻ, ഫറസ് കുതിര, ഇതെല്ലാം ഒരു അർത്ഥത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു, തരുന്നുണ്ട്. ഈ തരുന്ന അർത്ഥങ്ങൾക്ക് ഖൗല് എന്ന് പറയാറുണ്ട്. ഒബിൽ മുഫ്രദി, മുഫ്രദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാ യദ്ഖുലു ഹർഫുഹു ലാ യദുല്ലു ജുസുഹു അലാ ജുസ്ഇ മഅനാഹു, അതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്, ആ പദത്തിൻ്റെ ഒരു പാർട്ട് ലാ യദുല്ലു അറിയിക്കുകയില്ല, ജുസുഹു അതിൻ്റെ ഒരു പാർട്ട്, അലാ ജുസ്ഇ മഅനാഹു അതിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു അംശത്തെ അത് അറിയിക്കില്ല. അതേതുപോലെ നഹ്വു സെയ്ദ്, സെയ്ദ് എന്ന് പറയും പോലെ. ഇപ്പൊ സെയ്ദ് എന്ന് പറയുമ്പോൾ സായുണ്ട്, യാ ഉണ്ട്, ദാലുണ്ട്. ഈ സാ ഒരു പൂർണ്ണാർത്ഥത്തെ അറിയിക്കില്ല, യാ ഒരു പൂർണ്ണാർത്ഥത്തെ അറിയിക്കില്ല, ദാല് അതും ഒരു പൂർണ്ണാർത്ഥത്തെ അറിയില്ല. ഇത് മൂന്നും ചേർന്ന സെയ്ദ് എന്ന ഖൗല് അല്ലെങ്കിൽ കലിമത്ത് വരുമ്പോഴോ അതൊരാളെ അറിയിക്കും. അതാ പറഞ്ഞത് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ലാ യദുല്ലു ജുസുഹു അതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യില്ല, അറിയിക്കുകയില്ല, അലാ ജുസ്ഇ മഅനാഹു അതിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു പാർട്ടിനെ അറിയിക്കുകയില്ല. അതേതുപോലെ നഹ്വ സെയ്ദ്, സെയ്ദ് എന്ന് പറയും പോലെ ഫഇന്ന അജ്സാഅഹു നിശ്ചയം ഈ സെയ്ദിൻ്റെ പാർട്ടുകൾ ലാ തദുല്ലു അറിയിക്കുന്നില്ല, അലാ ഷൈഇൻ മിൻ മഅനാഹു അതിൻ്റെ അർത്ഥത്തിലെ ഒന്നിനെയും അതറിയിക്കുന്നില്ല. അത് ഏതിന് വിരുദ്ധമായിട്ട് ബിഖിലാഫി ഗുലാമു സെയ്ദ്, നീ ഗുലാമു സെയ്ദ് എന്ന് പറഞ്ഞു, അതിന് വിരുദ്ധമായിട്ട്. ഇപ്പോൾ ഗുലാമു സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ അടിമ. ഇവിടെ ഗുലാമു സെയ്ദ് എന്ന് പറഞ്ഞതിൽ ഗുലാം എന്നൊരു പാർട്ടുണ്ട്, സെയ്ദ് എന്നൊരു പാർട്ടുണ്ട്. ഗുലാമും ഒരു പൂർണ്ണാർത്ഥത്തെ അറിയിക്കും, സെയ്ദും ഒരു പൂർണ്ണാർത്ഥത്തെ അറിയിക്കും. അതേസമയം ഗുലാമിലെ റൈന്, ലാമ്, മീമ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അത് ഒരർത്ഥത്തെ അറിയിക്കില്ല. അതാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞു അൽ മുഫ്രദി, മുഫ്രദ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ലാ യദുല്ലു ജുസുഹു അതിൻ്റെ അംശം അറിയിക്കുകയില്ല, അലാ ജുസ്ഇ മഅനാഹു അതിൻ്റെ അർത്ഥത്തിൻ്റെ അംശത്തെ അറിയിക്കില്ല, പാർട്ടിനെ അറിയിക്കില്ല. അതിനെങ്ങനെ നമ്മൾ പിരിച്ചാൽ ഓരോന്നും ഒരു പ്രത്യേക അർത്ഥം തരുകയില്ല. ഈ ആരെപ്പോലെ നഹ്വു സെയ്ദുൻ, സെയ്ദ് എന്ന് പറയും പോലെ. ഇവിടെ സെയ്ദ് എന്ന് പറയുന്ന നേരത്ത് ഫഇന്ന അജ്സാഅഹു അതിൻ്റെ പാർട്ടുകളായ സായും യായും ദാലും ലാ തദുല്ലു അറിയിക്കുകയില്ല, അലാ ഷൈഇൻ മിൻ മഅനാഹു അതിൻ്റെ അർത്ഥം അസേതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒന്നിനെയും ഇതിനെ വിഭജിച്ച് പറഞ്ഞാൽ അത് അറിയിക്കുകയില്ല. അതേസമയം ബിഖിലാഫി എതിരായിട്ട്, എന്തിനെതിരായിട്ട്, ഗുലാമു സെയ്ദിൻ, ഗുലാമു സെയ്ദ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെതിരായിട്ട്. ഇവിടെ ഗുലാമു സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ അടിമ. ഇപ്പോൾ ഗുലാമു സെയ്ദ് എന്ന വാക്യത്തിലെ ഗുലാം ഒരു പാർട്ടാണ്, സെയ്ദ് ഒരു പാർട്ടാണ്. ഗുലാമും ഒരർത്ഥത്തെ അറിയിക്കുന്നു, സെയ്ദും ഒരർത്ഥത്തെ അറിയിക്കുന്നു. അപ്പം അതിന് വിരുദ്ധമായിട്ട് ഇപ്പം മുഫ്രദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജുസുക്കൾ അതിൻ്റെ മഅനയെ ഒരു മഅനയും അറിയിക്കില്ല എന്നർത്ഥം. ഫഇന്ന കുല്ലം മിൻ ജുസ്ഇഹി ഇതിലെ ഓരോ പാർട്ടും വഹുമ അതേതാത് ആണ് അൽ ഗുലാമു ഗുലാം എന്ന പദവും സെയ്ദുൻ സെയ്ദ് എന്ന പദവും ദാലുൻ അറിയിക്കുന്നുണ്ട്, അലാ ജുസ്ഇ മഅനാഹു അതിൻ്റെ അർത്ഥത്തിൻ്റെ ഭാഗത്തെ അത് അറിയിക്കുന്നുണ്ട്. ഫഹുവ ഇത് മുറക്കബുൻ മുറക്കബാണ്, ലാ മുഫ്രദുൻ മുഫ്രദല്ല. ഇപ്പോൾ ഗുലാം എന്ന് പറഞ്ഞ ഒറ്റപ്പദം മുഫ്രദാണ്, സെയ്ദിൻ ഗുലാമു സെയ്ദ് എന്ന് പറഞ്ഞത് അത് മുഫ്രദല്ല, അത് മുറക്കബാണ്. രണ്ട് പദങ്ങൾ ചേർന്ന മുറക്കബാണ്. വഹിയ സലാസത്തു അൻവാഇൻ ഇങ്ങനെയുള്ള കലിമത്തുകൾ അല്ലെങ്കിൽ കലാമുകൾ സലാസത്തു അൻവാഇൻ മൂന്ന് വിഭാഗമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഏതൊക്കെ? അത് ഇസ്മുൻ വഫഇലുൻ വഹർഫുൻ. ഇസ്മുൻ നാമങ്ങളും, ഫഇലുൻ ക്രിയകളും, വഹർഫുൻ അർത്ഥം ഇല്ലാത്ത ചില ധാതുക്കളും. ലാ റാബിയ ലഹ ഈ മുഫ്രദിന് അല്ലെങ്കിൽ ഈ കലാമിന് ഇല്ലേ ഇല്ല, ലാ റാബിയ ലഹ നാലാമത്തെ ഒന്നില്ല. ഒരു പദം അല്ലെങ്കിൽ ഒരു കലിമത്ത് അല്ലെങ്കിൽ ഒരു ഖൗല് ഒന്നുകിൽ അത് ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ഫഇലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും. ലാ റാബിയ ലഹ അതിന് നാലാമത് ഒന്ന് പറയാനില്ല. എന്തുകൊണ്ടെന്നാൽ ലിഅന്ന ഉലമാ ഹാദൽ ഫന്നി ഈ വിഷയത്തിലെ ഈ വിഭാഗത്തിലെ ആലിമീങ്ങൾ തത്തബിഴു അവരെന്ത് ചെയ്തു? തത്തബിഴു തുടർന്നു വന്നു കലാമൽ അറബി
അറബികളുടെ കലാമുകളെ അവരെന്ത് ചെയ്തു, ഗവേഷണം നടത്തി തുടർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറേന്ന് പോയി എങ്ങനെയാണ് ഏതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഫലം യജിദു, എന്നിട്ട് അവർ കണ്ടെത്തിയില്ല ഗൈറഹ, ഈ മൂന്നല്ലാത്ത നാലാമത്തൊരു വിഷയം അവർ കണ്ടെത്തിയിട്ടില്ല. അത്രയായി.